ഇന്ന് അബ്ദുൽ അലി മാഷിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് വായിച്ചു. ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചില കാരണങ്ങളാൽ വെറുപ്പ് തോന്നുകയും ചെയ്യുന്ന വ്യക്തിയാണ് അലി മാഷ്. വെറുപ്പും സ്നേഹവും തമ്മിൽ തൂക്കിയാൽ സ്നേഹം എത്രയോ മടങ്ങ് പൊങ്ങി നിൽക്കും. വെറുപ്പ് നാമം മാത്രം. അത് അദ്ദേഹത്തിൻ്റെ ചാണകപ്രേമം കൊണ്ടാണ് അങ്ങനെ തോന്നിപ്പോകുന്നത്. അദ്ദേഹം അത് ബോധപൂർവം ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് യുക്തിവാദത്തോട്, നിരീശ്വരവാദത്തോട് അത്രമാത്രം കൂറുണ്ട്, താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട്. അത് പടർന്ന് പന്തലിച്ചു കാണാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം ഇന്നേ വരെ ഇത്രത്തോളം സ്നേഹം ചൊരിയുന്ന മറ്റൊരു യുക്തിവാദി ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് യാതൊരു കുറവും ഒരിക്കലും ഉണ്ടാവത്തേയില്ല. കാണുമ്പോഴൊക്കെ വീണ്ടും കാണാൻ തോന്നുകയും സംസാരിക്കുമ്പോഴൊക്കെ സംസാരിച്ചു കൊണ്ടേയിരിക്കാനും തോന്നുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് വലിയൊരു സങ്കടമുണ്ട്. 2-3 ദിവസം അദ്ദേഹത്തോടൊപ്പം താമസിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ ആരോഗ്യം അതിന് അനുവദിക്കാത്തതിൽ അങ്ങേയറ്റം ദുഃഖിതനാണ് ഞാൻ. മാഷേ, ഞാൻ അങ്ങയെ കാണാൻ വരുന്നുണ്ട്. ഒരു 4-5 ദിവസം അങ്ങയോടൊപ്പം നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ നിൽപ്പ് നമ്മുടെ രണ്ടുപേരുടെയും സന്തോഷത്തിലുപരി ഒരുപാട് കാര്യങ്ങൾ താങ്കൾക്ക് പറയാനുള്ള അത് ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള ഒരു അവസരമായി മാറണം. അല്ലെങ്കിൽ അത് യുക്തിവാദ മണ്ഡലത്തിന് വലിയ കനത്ത നഷ്ടമായിരിക്കും. ആ ചർച്ചയിൽ നമുക്ക് മറ്റു ചിലരെ കൂടെ കൂട്ടാനുണ്ട്. അവരെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യണം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇസ്ലാമിക കാര്യത്തിൽ ഇത്രയും ആധികാരികമായി കാര്യങ്ങൾ പറയാൻ അറിയാവുന്ന ആൾ മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ടാകാം. എൻ്റെ അറിവിൽ പരിമിതമാണ്. ജബ്ബാർ മാഷ്, പിന്നെ അബ്ദുൽ അലി മാഷ് തുടങ്ങിയ പഴയകാല യുക്തിവാദികളിൽ അവരുടെ ആശയങ്ങളൊക്കെ പരിപൂർണമായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെടാതെ പോകുമോ എന്നൊരു ആശങ്ക എനിക്കുണ്ടെങ്കിലും ജബ്ബാർ മാഷ് അദ്ദേഹം ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടുള്ള ആളാണ്. ബ്ലോഗിൽ, ഫേസ്ബുക്കിൽ, ഇപ്പോൾ യൂട്യൂബിൽ. അതുപോലെ അലിമാഷിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. പരിമിതികൾ പല ഭാഗത്തും പല രീതിയിലും പല കാരണങ്ങളും കൊണ്ടുണ്ടാകുമല്ലോ. ആ പരിമിതിയെ മറികടക്കാനായിട്ട് അദ്ദേഹത്തെ സഹായിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ അഭാവം വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഒരു കടലാണത്. അതിനെ ഒരു ക്യാമറയിൽ ഒതുക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നമുക്ക് അത് ക്യാമറയ്ക്കകത്ത് ആക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ 80 കഴിഞ്ഞുള്ള വയസ്സ്. പക്ഷേ ഓർമ്മ, ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോൾ എത്ര സ്പഷ്ടമായാണ് അദ്ദേഹം പഴയ കാലങ്ങൾ വള്ളി വ്യത്യാസമില്ലാതെ ഓർക്കുന്നത്. എപ്പോഴും ഇസ്ലാമിക കാര്യങ്ങൾക്ക് വേണ്ടി അറിയാൻ വേണ്ടി വിളിക്കുമ്പോൾ സ്പഷ്ടമായി തന്നെ ഉടനെ ഉത്തരം പറയും. റെഫർ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ റെഫർ ചെയ്ത് തിരിച്ചു വിളിച്ച് അത് പറഞ്ഞിരിക്കും. എവിടെയാണോ പറയാൻ വേണ്ടി ചോദിക്കുന്നത് അവിടെ താങ്കൾ പറഞ്ഞോ എന്ന് ഓർമ്മപ്പെടുത്താനും അത് ചെക്ക് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ബിരുദ് വല്ലാത്ത ഒന്നാണ്. അങ്ങോട്ട് ചെന്നാൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം തന്നെ ഉണ്ട് എന്ന് കരുതിക്കൊണ്ടാണ് നമ്മെ കാണുന്നത്, നമ്മോട് പെരുമാറുന്നത്, നമ്മോട് സ്നേഹം അങ്ങോട്ട് ചൊരിയുന്നത്. പിന്നെ യുക്തിവാദികളായ മുസ്ലിങ്ങളെ കാണുമ്പോൾ അലിമാഷ് ഉരുകിത്തീറും സ്നേഹം കൊണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ വല്ലാത്തൊരു പ്രത്യേകത.
ഇത്രയും സ്നേഹം യുക്തിവാദികളോടുള്ള ഒരു മനുഷ്യൻ, അത് കപടമില്ലാത്ത, ഉദ്ദേശ ലക്ഷ്യങ്ങളില്ലാത്ത ഒരു സ്നേഹം, സ്നേഹത്തിൻ്റെ ഒരു നിറകുടമാണ് ആ മനുഷ്യൻ. ആ മനുഷ്യനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അദ്ദേഹം സംഗീതത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ പോലും അതൊന്നും അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ മുമ്പിൽ, എൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ ഒരു പ്രശ്നമേ അല്ലാതായി മാറും. കാരണം ആ നിഷ്കളങ്കമായ സ്നേഹം, ആ ആത്മാർത്ഥത. പക്ഷേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ പ്രേമിക്കുന്നു, ഞാൻ അങ്ങയോടൊപ്പം. അങ്ങയ്ക്ക് വീഴ്ചകളുണ്ടാകാം, മനുഷ്യരല്ലേ നമ്മൾ. പക്ഷേ വീഴ്ചയ്ക്ക് ഉപരി നിങ്ങളുടെ കഴിവ്, ഓർമ്മ, പാണ്ഡിത്യം, അറബി പാണ്ഡിത്യം, വാക്ചാതുര്യം, എളിമ, എത്ര പറയാനുണ്ട്. പക്ഷേ നിങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാൻ, നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ ഒരു അംഗമാകാൻ കഴിഞ്ഞത് എനിക്ക് തൃപ്തി തരുന്നതാണ്, സന്തോഷം തരുന്നതാണ്. ഞാൻ ഉടനെ തന്നെ എൻ്റെ ആരോഗ്യം അല്പം മെച്ചപ്പെട്ടാൽ താങ്കളെ കാണാൻ, താങ്കളുമായി കുറഞ്ഞ പക്ഷം ഒരാഴ്ചയെങ്കിലും നിൽക്കാൻ വരും. സ്നേഹപൂർവ്വം, പ്രേമത്തോടെ, മുഹമ്മദ് ഖാൻ.